അല്ലെങ്കിൽ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പല കസ്റ്റമേഴ്സും നമ്മളോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റിയാണ്, ഒരു തർക്കമല്ല, സമ്മതിച്ചു. പക്ഷെ വില അധികമാണെന്ന് പറയും. അപ്പൊ നമ്മള് അതിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന കാര്യം ഒരു പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? ഒന്ന് വായിക്കുക, നിങ്ങൾ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഒന്ന് വായിക്കുക. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നൽകുന്ന അത്രയും വിലക്കുറവ് ഇന്ന് ഇന്ത്യയിലെ മറ്റൊരു കമ്പനിയും നൽകുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് ഞാൻ ഒരു പ്രൊഡക്റ്റ് വെച്ച് കമ്പയർ ചെയ്യാം. ഇന്ന് ഇപ്പൊ എന്താ പറയാ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയ നമ്മളുടെ അല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നതിന് തൊട്ട് മുൻപ് വരെ നമ്മുടെയൊക്കെ വീടുകളിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ക്ലീനിങ് എന്ന ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന, അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഏറ്റവും കൂടുതൽ ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. ഇത് 500 ml വില നിങ്ങളുടെ സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, 110 രൂപയാണ്. ഇതിന്റെ വില 110 എന്നാൽ ഇതിന് ഇക്വലന്റ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന നമ്മളതിന്റെ ഡെമോൺസ്ട്രേഷൻ നിങ്ങളുടെ ലീഡേഴ്സിനോട് ആവശ്യപ്പെട്ട് ഞാൻ ലീഡേഴ്സ് അതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരും. ബയോഡിഗ്രേഡബിൾ ആയ കളർ ചേഞ്ചിങ് ഫോർമുലുള്ള നമ്മുടെ പ്രൊഡക്റ്റ് ഇതേ 500 ml വില നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത് 100 രൂപ മാത്രമാണ്. അതായത് നമ്മള് കൂട്ടിക്കൊണ്ടുവരാൻ, നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പകുതി സമാധാനമായി. അതായത് മാർക്കറ്റിൽ 110 കൊടുക്കേണ്ട സാധനത്തിന് ഞാൻ വെറും 100 രൂപ കൊടുത്താൽ മതി. എന്റെ സുഹൃത്തോ ബന്ധുവോ വന്നത് എനിക്കൊരു 10 രൂപ ലാഭം ഉണ്ടാക്കി തരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടാക്കി തരാൻ വേണ്ടി വന്ന വ്യക്തിയാണ്, അല്ലാതെ വില കൂട്ടി വാങ്ങാൻ വന്ന ആളല്ല. ഓക്കെ, ഇനി ഇതേ ഉൽപ്പന്നം തന്നെ നിങ്ങൾ ചാർട്ട് നോക്കിയാൽ കാണാം. ഇത് നമ്മളൊരു കസ്റ്റമർ, ഇപ്പൊ നമ്മള് ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ നമ്മളൊരു ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ഇപ്പൊ കഴിഞ്ഞ ദീപാവലി പീരീഡില് കോടിക്കണക്കിന് രൂപയാണ് അവര് ഈ മാർക്കറ്റിൽ നിന്നും കരസ്ഥമാക്കി കൊണ്ടുപോയത്. അത്രയും കോടികൾ കൊണ്ടുവന്ന് ഇവരുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ഉൽപ്പന്നം വാങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഡെലിവറി അഡ്രസ്സ്, അല്ലെങ്കിൽ അവർക്ക് ഉൽപ്പന്നം എങ്ങോട്ടാണ് ഡെലിവറി ചെയ്യേണ്ടത് അഡ്രസ്സ് ഒന്ന് അടിച്ചു കൊടുക്കണം, അല്ലെ? അതേപോലെ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് നമ്മുടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുന്ന പോലെ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ പേരും അഡ്രസ്സും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ID നമ്പർ കിട്ടും, 10 ID നമ്പർ കിട്ടും. ആ സൗജന്യ ID ഉപയോഗിച്ച് നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ ഈ ടോയ്ലറ്റ് ക്ലീനർ നമുക്ക് വരുന്ന വില വെറും 75 രൂപയാണ്. അതായത് മാർക്കറ്റിലെ സമാന അളവിലുള്ള സാധാരണയായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്നും നമ്മുടെ ഹൈ ക്വാളിറ്റി ഉൽപ്പന്നത്തിലേക്ക് ബ്രാൻഡ് ചേഞ്ച് ചെയ്താൽ കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഞാൻ വേറെ രീതി കൂടെ പറയാം. അതായത് ഇനി ഈ ഒരു വാക്ക് ഞാൻ എല്ലാ സ്ലൈഡിലും കൂട്ടത്തിൽ പറയില്ല, നിങ്ങൾ ചിന്തിക്കേണ്ട രീതി അതാണ്. അതായത് ഇന്ന് വരെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മൈലേശ്വർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കമ്പനി ഇല്ലാന്ന് വിചാരിക്കുക, ഒരു പുതിയ വ്യക്തിയാണ്. ഇപ്പൊ നിലവിൽ അദ്ദേഹം വാങ്ങാൻ സാധ്യതയുള്ള ഉൽപ്പന്നം ഏതാ നിങ്ങൾക്കറിയാം, അല്ലെ? ആ നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്നും അതേ അളവും തൂക്കവുമായിട്ട് നമ്മുടെ ഉൽപ്പന്നമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ, നമ്മുടെ ബ്രാൻഡിലേക്ക് മാറിയാൽ കിട്ടുന്ന ലാഭം എത്ര നോക്കിക്കഴിഞ്ഞാൽ കാണാം. 110 രൂപയുടെ സാധനം 75 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 രൂപയാണ് കസ്റ്റമറുടെ ലാഭം. അത് ഞാൻ ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പോ കമ്പയർ ചെയ്തത്, ഒരു സെഗ്മെന്റ്. നിങ്ങൾ പറ്റുമെങ്കിൽ, ഇപ്പോ എല്ലാവർക്കും പറ്റണമെന്നില്ല, രാവിലെ ട്രെയിനിങ് ഡയറി വെച്ച് എഴുതാൻ സാഹചര്യമുള്ള ആൾക്കാർ ഒന്ന് എഴുതുക. നേരെ ഒന്നൊന്ന് എഴുതുക, സീരിയൽ നമ്പർ, നേരെ സെഗ്മെന്റ് ടോയ്ലറ്റ് ക്ലീനിങ് പ്രൊഡക്റ്റ്, ടോയ്ലറ്റ് ക്ലീനിങ് സെഗ്മെന്റ്, അതിന്റെ നേരെ പ്രോഫിറ്റ് 35 രൂപ. അതായത് ഒരു സെഗ്മെന്റിലെ പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിൽ ബ്രാൻഡ് മാറ്റിയാൽ 35 രൂപ ലാഭം. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ഏത് സെഗ്മെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സാറേ ഇത് കാണാനോ അല്ലേ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്റെ ടാബില് ഓൺലി എന്റെ സ്ലൈഡ് മാത്രമേ കാണുന്നുള്ളൂ, നിങ്ങളുടെ ആരെയും വീഡിയോ കാണുന്നില്ല. ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. ഓക്കെ, ഇത് ഏത് സെഗ്മെന്റിലെ പ്രൊഡക്റ്റ് ആണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ഡിഷ് വാഷിംഗ് അല്ലെ, പാത്രം കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഇത് മറ്റൊരു ബ്രാൻഡാണ്, ഇത് നമ്മുടെ ബ്രാൻഡാണ്. നമ്മുടെ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത
സോഫ്റ്റ് ഓൺ ഹാൻഡ്സ്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം, ചില ആൾക്കാർക്ക് രണ്ട് കൈയിന്റെ ഉള്ളില് തോല് പൊളിയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെയൊക്കെ പരിചയത്തിലുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പറയാം. പിന്നെ അവർ കാലാകാലം നമ്മുടെ ഒരു കൺസ്യൂമർ ആയിരിക്കും. സോ ഇതില് ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കുക. ഇതില് ഏറ്റവും വിലക്കുറവ് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ഒറ്റയടിക്ക് നോക്കിയിട്ട് പറയും 119 രൂപയുള്ള പ്രില്ലിനാണ് വിലക്കുറവ് എന്ന് പറയും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയാ ആ പേജിലേക്ക് ഒന്ന് എടുക്കുകയാണ്. എന്നിട്ട് ഈ ഭാഗം ഒന്ന് സൂം ചെയ്യാം. കാരണം നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ 3 കുപ്പിയും ഷോക്കേസിൽ ഇരിക്കുന്ന കാണുകയാണെങ്കിൽ കുപ്പിയുടെയൊക്കെ വലിപ്പം ഏകദേശം ഒരേപോലെയാണ്. നമ്മളെല്ലാ കസ്റ്റമേഴ്സും നേരിട്ട് പോയിട്ട് ആദ്യം നോക്കാൻ പോകുന്നതിന്റെ വിലയാണ്. അത് ഇവർക്ക് അറിയാം. ഞാൻ പറഞ്ഞത് MBA തല വർക്ക് ചെയ്താന്ന് പറഞ്ഞല്ലോ. അതായത് ഇവര് ചെയ്തത് ഇത്രേ ഉള്ളൂ. അത് വില വലുതാക്കി കറുത്ത അക്ഷരത്തിൽ അടിച്ചു. എന്നാൽ അതിന്റെ അളവ് താഴെ വളരെ ചെറുതാക്കി 425 ml അടിച്ചിട്ടുണ്ട്. അത് വളരെ ചെറുതാക്കി അടിച്ചത്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ 500 ml ആണ് വിമ്മ്. ഇനി നമ്മുടെ പ്രൊഡക്റ്റും 500 ml ആണ്. അതായത് 75 ml അളവ് കുറച്ചിട്ടാണ് ഇവര് ഒരു 11 രൂപ വില കുറച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വിലക്കുറവ് എന്ന് വിചാരിക്കുന്ന പ്രൊഡക്റ്റിനാണ് മാർക്കറ്റിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും വില കൂടുതൽ. അതുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ നമുക്കൊന്ന് മാറ്റി നിർത്താം, അല്ലെ? കസ്റ്റമർ ഏറ്റവും ലാഭമുള്ളതാണ് എപ്പോഴും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നമ്മൾ വിം എന്ന ബ്രാൻഡും അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടും 500 ml ആണ്. ഒന്നിന് 130 ആണ്, നമ്മളെ 150 ആണ്. അപ്പൊ ഏതിനാണ് വില കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഒറ്റ വാക്കിൽ പറയും നമ്മുടെ പ്രൊഡക്റ്റിനാണ് വില കൂടുതൽ, അല്ലെ? അപ്പോഴാണ് ഇവിടെ തൊട്ടടുത്ത ഈ ഗ്രാഫില് ടൈപ്പ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്രില്ലിന്റെ വിമ്മിന്റെ നേരെ ഒന്നും എഴുതിയിട്ടില്ല. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റിന് നേരെ 2x എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഞാനൊന്ന് ബാക്കൗട്ട് അടിച്ചിട്ട് ആ 2x എന്നുള്ളതൊന്ന് സ്പെസിഫൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇനി എന്നാൽ മറ്റ് പ്രൊഡക്റ്റുകൾക്ക് ആ എക്സ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. എക്സ് എന്നുള്ളത് അവിടെ കാണിച്ചിട്ടില്ല. എന്താണ് 2x എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറയാം. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് കോൺസെൻട്രേറ്റഡ് ഫോമിലാണ്, ഗാഠലായനിയാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്യണം, ഒന്ന് നേർപ്പിക്കണം. ആ നേർപ്പിക്കാൻ എടുക്കേണ്ട വെള്ളത്തിന്റെ അളവാണ് 2x എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് എക്സ് എമൗണ്ടില് എക്സ് അളവിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ 2x അളവിൽ വെള്ളം ചേർക്കണം. അതായത് ഒരു മൂടി പ്രൊഡക്റ്റ് എടുത്താൽ 2 മൂടി വെള്ളം ചേർക്കണം എന്ന് ചുരുക്കം. ഇനി ഈ പ്രൊഡക്റ്റ് നമ്മൾ സൗജന്യമായി ഒരു ID ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തി വാങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 115 രൂപയ്ക്കാണ്. അപ്പോ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിലെ സാധാരണയായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്നും നമ്മുടെ ബ്രാൻഡിലേക്ക് മാറിയാൽ കിട്ടുന്ന ലാഭം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കൽ മീറ്റിംഗ് ആണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഉത്തരം ഞാൻ പറയിപ്പിച്ചേനെ. അപ്പൊ നിങ്ങൾ പറയാൻ പോണ 1-2 ഉത്തരങ്ങൾ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? വെറുതെ എനിക്ക് സീനിയർ ലീഡേഴ്സ് പറയണ്ട, പുതിയ ആൾക്കാരുടെ ഉത്തരം കേട്ടാൽ കൊള്ളാം. ശരിക്കും എത്ര രൂപ വ്യത്യാസത്തിലാണ് നമുക്ക് പാത്രം കഴിക്കുന്ന സെഗ്മെന്റ് കിട്ടുന്നതെന്ന്? സാറേ മൈക്ക് അൺമ്യൂട്ട് ആക്കാൻ പറ്റൂല കേട്ടോ. പറ്റില്ല. അത് ഓക്കെ. എന്നാ പിന്നെ ഞാൻ ചാറ്റ് ഓണാക്കി അവിടെ കാണുമല്ലോ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. പക്ഷെ പല ആൾക്കാരും പല സംഖ്യകൾ പറയും. 35 പറയുന്നവരുണ്ടാവും, 15 പറയുന്നവരുണ്ടാവും, ഇങ്ങനെയൊക്കെ പല സംഖ്യകൾ പറയും. എന്നാൽ യഥാർത്ഥത്തില് നമ്മള് ലാഭം മനസ്സിലാക്കണം. ഇപ്പൊ നമ്മള് 500 ml നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി, അതില് 2 വെള്ളം ചേർക്കാൻ പറ്റും, അല്ലെ? അതായത് 1000 ml വെള്ളം, ചുരുക്കത്തിൽ പറഞ്ഞാൽ 1.5 ലിറ്റർ പാത്രം കഴുകാനുള്ള സൊല്യൂഷൻ ലായനി വീട്ടിലുണ്ടാക്കാൻ നമ്മുടെ ചെലവ് 115 രൂപയാണ്. എന്നാൽ നമ്മൾ മാർക്കറ്റിലെ വിമ്മ് വാങ്ങുകയാണെങ്കിൽ 1.5 ലിറ്റർ വാങ്ങണമെങ്കിൽ അതിന് നമ്മൾ 500-ന് 130 ആണെങ്കിൽ 1500-ന് 390 3 കുപ്പി വാങ്ങണം. കാരണം അതെല്ലാം റെഡി ടു യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെ? നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ വേണം ഇത് യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആക്കി വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്യണം. എന്നാൽ കാരണം ഇപ്പൊ എല്ലാം റെഡി ടു യൂസിന്റെ കാലഘട്ടമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പണ്ട് കാലത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഗോതമ്പ് വാങ്ങി കല്ല് കളഞ്ഞ് ചേറ്റി പൊടിച്ച് കഴുകി പൊടിച്ച് ചപ്പാത്തി എന്താ പറയാ കുഴച്ച് പരത്തി ഉണ്ടാക്കണം, ചുട്ടെടുക്കണം. ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ വല്ല പണിയുണ്ടോ? ഒരു 20 ചപ്പാത്തി ഓർഡർ ചെയ്താൽ 20 എണ്ണം വീട്ടിലെത്തും. റെഡി ടു യൂസിന്റെ കാലഘട്ടമാണ്. ഇതേപോലെ ബാക്കി കമ്പനികളെല്ലാം റെഡി ടു യൂസ്, ഉപയോഗിക്കാൻ തക്ക രീതിയിലേക്ക് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഓൾറെഡി കമ്പനികൾ തന്നെ ഡയലൂട്ട് ചെയ്തിട്ടാണ് സാധാരണ തരുന്നത്.
അപ്പോ നമ്മളൊരു 1.5 ലിറ്റർ വിമ്മ് വാങ്ങണമെങ്കിൽ 390 കൊടുക്കേണ്ട സ്ഥാനത്ത് 115 രൂപയ്ക്ക് നമുക്ക് 1 ലിറ്റർ MI ഹോം ഡിഷ് വാഷ് ലിക്വിഡ് കിട്ടിയാൽ ലാഭം എന്ന് പറയുന്നത് 275 രൂപയാണ്. ഇത് നമ്മൾ നമ്മുടെ ബന്ധുക്കളെ അല്ലെ സുഹൃത്തുക്കളെ അയൽവാസികളെ പരിചയപ്പെടുത്തണം, പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഡയറിയിൽ രണ്ടാമത് എഴുതേണ്ട കാര്യം, 2 സീരിയൽ നമ്പർ ഇട്ടിട്ട് സെഗ്മെന്റിന്റെ നേരെ എഴുതുക ഡിഷ് വാഷിംഗ് പ്രൊഡക്റ്റ്, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം. അത് നിലവിലുള്ള ബ്രാൻഡിൽ നിന്നും നമ്മുടെ ബ്രാൻഡിലേക്ക് മാറിയാൽ കിട്ടുന്ന ലാഭം 275 രൂപ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മളിപ്പോ ഈ ഒരു സമയം കൊണ്ട് 2 സെഗ്മെന്റ് ആണ് നമ്മൾ താരതമ്യം ചെയ്തത്. ഒന്ന് ടോയ്ലറ്റ് ക്ലീനിങ് സെഗ്മെന്റ്, 2 ഡിഷ് വാഷിംഗ് സെഗ്മെന്റ്. ഈ 2 സെഗ്മെന്റും നമ്മുടെ ബ്രാൻഡിലേക്ക് മാറിയാൽ ഒരു കസ്റ്റമർക്ക് കിട്ടുന്ന ടോട്ടൽ ലാഭം എത്രയാ? 275ഉം നേരത്തെ 35ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 310. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 310 രൂപ നമ്മുടെ കയ്യിൽ ലാഭം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെ, ചിലവർ ഹാഫ് മന്തി ഓർഡർ ചെയ്യും. എന്താ വെച്ചാൽ അത് ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, അതായത് നമ്മുടെ മക്കൾ തിന്നണ്ട അല്ലെ നമ്മൾ കഴിക്കേണ്ട ഈ ഒരു നമുക്ക് വരേണ്ട ഈ ഒരു എമൗണ്ട് നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തതെന്ന് ഞാൻ എടുത്തു പറയാനുള്ള, നമുക്ക് അതിന്റെ ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒരുപക്ഷെ മാർക്കറ്റിലെ മറ്റു പല ഉൽപ്പന്നങ്ങളെക്കാൾ സേഫ് ആയ നമ്മുടെ ഉൽപ്പന്നത്തിന് വിലയും കുറവാണ്, ക്വാളിറ്റിയും കൂടുതലാണ്. വിലയും കുറവാണ്, ക്വാളിറ്റിയും കൂടുതലാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു സെഗ്മെന്റ് ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ, ഫ്ലോർ ക്ലീനിങ്ങിന് വേണ്ടി മാർക്കറ്റിൽ ഇന്ന് ഏറ്റവും ബ്രാൻഡ് എന്താ പറയാ, ഏറ്റവും കൂടുതലായിട്ട് മാർക്കറ്റ് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റ് സെഗ്മെന്റ് ആണ് ലൈസോൾ. ഇത് 1/2 ലിറ്ററിന്റെ വില വരുന്നത് 116 രൂപയാണ്. ഇത് നമ്മുടെ ബ്രാൻഡാണ്, സെയിം 1/2 ലിറ്റർ ആണ്. ഇത് നമുക്ക് കിട്ടുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 രൂപയ്ക്കാണ്. അതായത് മാർക്കറ്റിലെ പ്രൊഡക്റ്റിൽ നിന്നും നമ്മുടെ ബ്രാൻഡിലേക്ക് മാറിയാൽ 116 90 കിട്ടിയാൽ 26 രൂപ നമ്മുടെ പ്രോഫിറ്റ് ആണ്. ഇത് നിങ്ങൾ നേരത്തെ പോലെ എഴുതുക, അതായത് 3 സീരിയൽ നമ്പർ 3. ദെൻ അടുത്തൊരു സെഗ്മെന്റ്, ഇത് എന്തിനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരം അറിയാം അല്ലെ, നമ്മുടെ ഗ്ലാസ് ക്ലീനിങ് സെഗ്മെന്റ് ആണ്. ഇത് മാർക്കറ്റിലെ ലീഡിംഗ് ബ്രാൻഡാണ് കോളിൻ. 250 ml 72, നമ്മുടെ 500 ml 70 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതായത് 1/2 ലിറ്ററിന് മാർക്കറ്റിലെ ഡിഫറൻസ് നിങ്ങൾ നോക്കുക. ഇത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ പറയില്ലേ, ഇപ്പൊ നല്ലൊരു കർഷകൻ ഒരു തരിശു ഭൂമിയിലേക്ക് വെറുതെ കുറച്ച് വിത്തെടുത്ത് അങ്ങോട്ട് എറിയല്ല ചെയ്യുക. ആദ്യം ആ വിത്തിനെ സ്വീകരിക്കാൻ നിലത്തിനെ ഒന്ന് ഒരുക്കും അല്ലെ. അതേപോലെ നിങ്ങൾ ചില സെഗ്മെന്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് മുൻപ് കസ്റ്റമറെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് എന്താണെന്ന് പറയുന്നതിന് തൊട്ട് മുൻപ് ഞാൻ ഒരു കാര്യം പറയാം. പണ്ട് കാലത്ത് നമുക്ക് തുണി കഴുകാൻ 2 ഉൽപ്പന്നങ്ങളെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് സോപ്പ് പൊടി, 2 സോപ്പ് കട്ട. എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ തുണി അലക്കാൻ എന്നും പറഞ്ഞ് പ്രത്യേകം ഒരു സെഗ്മെന്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇത് കൊടുത്തിട്ടുണ്ട് ഡിസ്ഇൻഫെക്റ്റന്റ് ബേബി ലിക്വിഡ് ലോഷൻ. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു സെഗ്മെന്റ് മാർക്കറ്റിൽ വന്നത്, ഇത് അവതരിക്കാനുള്ള കാരണം ആദ്യം നമ്മൾ അറിയാം. നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഒരു പഠനം പറഞ്ഞത്, ഈ ജനറേഷനിൽ ഈ കാലഘട്ടത്തില് കുട്ടികൾക്ക് അലർജി സംബന്ധമായ അസുഖങ്ങൾ വളരെ വളരെ കൂടുതലാണ്. കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വളരെ താഴെയാണ്. ഇത് എന്തുകൊണ്ടെന്ന് ഗവൺമെന്റ് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുട്ടികളുടെ തുണി കഴുകാൻ എടുക്കുന്ന ഉൽപ്പന്നങ്ങളിലുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യം കുട്ടികളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തിയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ ഒരു സർവേ റിപ്പോർട്ടിന് ശേഷമാണ് മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു സെഗ്മെന്റ് ഇറങ്ങിയത്. ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, ഹോസ്പിറ്റലുകളിലൊക്കെ പ്രത്യേകിച്ച് ഇത്തരം ഡെലിവറി ഒക്കെ കൂടുതലുള്ള ഹോസ്പിറ്റലിൽ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കടകളിൽ ഒന്ന് ഇത്തരം ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ മാർക്കറ്റിലെ കമ്പാരിസൺ പറയാണ്, ഇതിന്റെ ക്വാളിറ്റിയെ പറ്റി അധികം പറയുന്നില്ല. 500 ml 300 രൂപയാണ് കുട്ടികളുടെ തുണി അലക്കാൻ പര്യാപ്തമായ ഉൽപ്പന്നത്തിന് മാർക്കറ്റ് റേറ്റ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. ഇത് അളവ് 500 ml ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് നിങ്ങൾ നോക്കുക. ഇതും 2 പ്രൊഡക്റ്റും നമ്മുടെ മഞ്ഞൾ ടെസ്റ്റ് നിങ്ങൾ നടത്തി നോക്കി കഴിഞ്ഞാൽ കാണാം, രണ്ടും സെയിം ക്വാളിറ്റിയാണ്. അതായത് രണ്ടിനും ക്വാളിറ്റി ഉണ്ട്. അവർ 300 രൂപ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ
80 രൂപ ഡിസ്കൗണ്ടിലാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അതും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും 170 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ടും നാട്ടുകാരെന്താ പറയുന്നത്? നമ്മുടെ ഉൽപ്പന്നത്തിന് നിങ്ങൾ പൂരിപ്പിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ? അതായത് ഒരു കസ്റ്റമർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ അവരുടെ കൂടെ കൂടുന്നതിന് പകരം അവരെ ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്കാണോ പറ്റുന്നത് അവർക്കൊരു ടീം ഉണ്ടാക്കാൻ പറ്റും. ഇത് പറയാൻ നമ്മൾ ഒരു ലീഡറെ കാത്തു നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് കൂടെ ചിന്തിച്ചു നോക്കുക അല്ലെ? ഇത് ആർക്കും വേണമെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാം. ശരിക്കും മാർക്കറ്റിനേക്കാൾ ഏത് ഉൽപ്പന്നവും മാർക്കറ്റിലെ ഉൽപ്പന്നത്തെക്കാൾ എത്രയോ ലാഭകരമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരല്പം കൂടെ സ്പീഡിൽ പോവുകയാണ്, കാരണം എന്നാലും നമുക്ക് കുറച്ചും കൂടെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സോ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇന്ന് അധികം ആൾക്കാരുടെ വീട്ടിലുണ്ടാകുന്ന സെഗ്മെന്റ് ആണ്. 250 ഗ്രാമിന്റെ വില അവിടെ കൊടുത്തിട്ടുണ്ട്. വിം 250 ഗ്രാമിന്റെ വില കൊടുത്തിട്ടുണ്ട്. പ്രില്ല് 500 ഗ്രാമിന്റെ വില 65 രൂപയാണ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. ഈ ചാർട്ട് നിങ്ങൾ നോക്കുക. അതായത് മാർക്കറ്റിൽ നിന്ന് ഒരു അര കിലോ പാത്രം കഴുകുന്ന ഒരു ബാർ വാങ്ങണമെങ്കിൽ ഒന്നുകിൽ 65 അല്ലെങ്കിൽ 64 കൊടുക്കണം മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിൽ. എന്നാൽ നമ്മുടെ ഉൽപ്പന്നം നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു 4 രൂപയെങ്കിലും കുറഞ്ഞ വിലയിൽ നമുക്കാ കിട്ടുന്നത് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കണം നാട്ടുകാരെന്താണ് പറയുന്നത് എന്നുള്ളത്. അവരെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യലാണ് നമ്മുടെ പണി. ഇനി അടുത്ത സെഗ്മെന്റ് ആണ് ടൂത്ത് ബ്രഷ്. ശരിക്ക് ഓറൽ ബി എക്സ്ട്രാ സോഫ്റ്റ് 4 എണ്ണത്തിന്റെ വില അവിടെ കൊടുത്തിട്ടുണ്ട്. 4 നമ്പർ ടൂത്ത് ബ്രഷിന്റെ വില 150 രൂപ. ഇത് മറ്റൊരു സെഗ്മെന്റ് ആണ്, മറ്റൊരു ബ്രാൻഡാണ് സെൻസോഡൈൻ. 4 എണ്ണത്തിന്റെ വില 145 രൂപ. ഇതൊക്കെ കുറച്ച് മുന്നത്തെ വിലയാണ്. വില ഇപ്പൊ മാറിയിട്ടുണ്ട്. എന്നാൽ ഞാൻ തൽക്കാലം ഉള്ള വില തന്നെ കമ്പയർ ചെയ്യാം. ഇതിൽ ഇടതുവശത്ത് കാണുന്നത് ഞാൻ മകൻ ഒരു ബ്രഷ് വാങ്ങിയതായിരുന്നു എന്റെ വീട്ടില്. ഈ ഒരു കാർട്ടൂൺ കഥാപാത്രം ഉള്ളതുകൊണ്ട് ഒന്നിന്റെ വില 80 രൂപയ്ക്ക് എടുത്താ. ഇനി ജെന്റിൽ സെൻസിറ്റീവ് പ്ലസ് എന്ന് പറഞ്ഞ കോൾഗേറ്റിന്റെ ഒരു മോഡൽ ഉണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം അൾട്രാ സോഫ്റ്റ് ആണ്. 4 എണ്ണത്തിന്റെ വില 135 രൂപ. ഇത് കോൾഗേറ്റിന്റെ തന്നെ മറ്റൊരു മോഡലാണ്. 4 എണ്ണത്തിന്റെ വില 140 രൂപ. ഇവിടെ നോക്കിയാൽ കാണാം. ഇനി ഇത് നമ്മുടെ ബ്രഷ്. നമ്മുടെ ബ്രഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആന്റി ബാക്ടീരിയൽ ബിസിനസ് ആണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് മാർക്കറ്റിലെ സാധാരണഗതിയിൽ വരുന്ന ബ്രഷുകൾക്കെല്ലാം വരുന്ന വില നിങ്ങൾ കണ്ടു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന്റി ബാക്ടീരിയൽ ബിസിനസ് എന്നുള്ളതാണ്. ഈ ആന്റി ബാക്ടീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സാധാരണ ബ്രഷ് ചെയ്തു, ബ്രഷിങ് കഴിഞ്ഞ ശേഷം ബ്രഷ് നമ്മൾ എടുത്ത ഒരു പാത്രം അല്ലെ, ബ്രഷ് ബാത്റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ അവിടെ ഇട്ട് വെക്കും. ഈ നനവോട് കൂടി വെക്കുന്ന ബ്രഷില് അന്തരീക്ഷത്തിലെ ബാക്ടീരിയകൾ പറ്റിപ്പിടിക്കും. അത് അവിടെ കിടന്ന് പെറ്റ് പെരുകും. നമ്മൾ ആരും രാവിലെ എണീറ്റിട്ട് ബ്രഷ് സോപ്പ് ഇട്ട് കഴുകിയിട്ടല്ല ഉപയോഗിക്കുക. നേരെ ബ്രഷ് ഒന്ന് നനയ്ക്കും അല്ലെ, ഒന്ന് വെള്ളം കാണിക്കും, പേസ്റ്റ് വയ്ക്കും, നേരെ വായിലേക്ക് ഇടും. ശരിക്ക് ഈ ബാക്ടീരിയൽ ഗ്രോത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആന്തരിക അവയവങ്ങൾക്ക് ഒരുപാട് ബാക്ടീരിയൽ പെട്ടെന്ന് ചെല്ലും. അതുകൊണ്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആന്റി ബാക്ടീരിയൽ ബിസിനസ് ആണ്. സിൽവർ അയൺ ഒരു കോട്ടിംഗ് ഉണ്ട്. ഇത് ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ഈ ബ്രഷിന്റെ MRP നമ്മളൊരു MRPക്ക് കൊടുത്താൽ പോലും നമ്മളുമായിട്ട് മത്സരത്തിന് ആരും മാർക്കറ്റിലില്ല. നിങ്ങൾ നോക്കിയേ, MRP സംസാരിച്ചാൽ പോലും ലാഭകരമാണ്. ഇനി അല്ല നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർക്കാണ് കൊടുക്കുന്നതെങ്കിൽ 45 രൂപയോളമാണ് മാർക്കറ്റ് പ്രൊഡക്റ്റും നമ്മുടെ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റും തമ്മിലുള്ള പ്രോഫിറ്റബിലിറ്റി. നിങ്ങൾ ഓരോ സെഗ്മെന്റും നേരെ നേരെ എഴുതണേ. നേരത്തെ പറഞ്ഞ പോലെ ഈ അടുത്തത് നിങ്ങൾ ഈ ഒരു സെഗ്മെന്റ് പറയുമ്പോൾ ആദ്യം കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാർക്കറ്റില് 2 കാറ്റഗറി പേസ്റ്റുകൾ ഉണ്ട്. ഒന്ന് മെഡിക്കേറ്റഡ് കാറ്റഗറി ടൂത്ത് പേസ്റ്റ്, 2 നോർമൽ കാറ്റഗറി. ഇതിൽ മെഡിക്കേറ്റഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മുടെ വായയിൽ ഉണ്ടാവുന്ന പല്ലുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയും കൂടെ പരിഹരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ മാർക്കറ്റിലുള്ള ഒരു മെഡിക്കേറ്റഡ് കാറ്റഗറി ആണ് എന്ന് ഏറ്റവും കൂടുതൽ പരസ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. ഇതിന്റെ അളവ് എത്രയാണെന്ന് കണ്ടോ? എത്ര ഗ്രാം ആണെന്ന് കണ്ടോ? ഇതിന്റെ വില കണ്ടോ? ഇനി 70ന്റെ ഇരട്ടി എത്രയാ? 70ന്റെ ഇരട്ടി എത്രയാ? 140. അതിന്റെ കൂടെ ഒരു 10 കൂടെ കൂട്ടിയാലേ നമ്മുടെ പേസ്റ്റിന്റെ വെയിറ്റ് ആവുള്ളൂ.
പക്ഷെ വില എത്രയാന്ന് നോക്കിയേ. ആ അതായത് മാർക്കറ്റില് നിങ്ങൾ നോക്കുക, 70 ഗ്രാമിന് 205ഉം നമ്മുടേത് 150 ഗ്രാമിന് 180ഉം. എന്നിട്ട് നാട്ടുകാർ എന്താ പറയുന്നേ? അത് നിങ്ങൾക്ക് അറിയാം അല്ലെ, ഞാൻ ഇടപെടുന്നില്ല. ഇനി ഞാൻ അതിന്റെ ക്വാളിറ്റിയെ പറ്റിയുള്ള ഒരൊറ്റ കാര്യം മാത്രം ഒന്ന് കാണിക്കുന്നു. ഈ പേസ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഇതൊന്ന് വായിച്ചു നോക്കണം, നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം. കീപ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ, അതായത് കുട്ടികളുടെ കൈ എത്തുന്ന ദൂരത്ത് അത് വെക്കരുത്. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ എലിവേഷൻ വാങ്ങിയാൽ അതിന് എഴുതി അതേ കാര്യം നിങ്ങളുടെ ബ്രഷിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നോട്ട് ഫോർ യൂസ് ബൈ ചിൽഡ്രൻ അണ്ടർ 12. അതായത് ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ഈ പറഞ്ഞ ബ്രാൻഡ് അല്ലാത്ത വേറെ ഏതെങ്കിലുമാണ് ബ്രാൻഡ് ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മുടെ ബ്രാൻഡും അല്ലാത്ത മാർക്കറ്റിലെ ഏതെങ്കിലും ബ്രാൻഡ് ആണെങ്കിൽ അതിലൊരു വാർണിംഗ് ഉണ്ടാവും. അതെന്താ ഞാൻ വായിക്കാം. ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 6 years മസ്റ്റ് ഫോളോ പാരന്റൽ ഗൈഡൻസ്. 6 വയസ്സിൽ താഴെ കുട്ടികൾ മുതിർന്നവരുടെ ശിക്ഷണത്തിൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ ഈ പ്രൊഡക്റ്റ് എഴുതിയിരിക്കുന്നത് എന്താ നിങ്ങൾ വായിച്ചോ? 12 വയസ്സിൽ താഴെ കുട്ടികൾ തൊടാൻ പാടില്ല, അവരെ കൊണ്ട് ഇത് ഉപയോഗിപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഇനി നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത, അങ്ങനെ പറഞ്ഞ യാതൊരുവിധ ഹസാർഡ് വാർണിംഗും ഇല്ലാതെ മാർക്കറ്റിൽ വരുന്ന ലഭ്യമാവുന്ന ഏക പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ശരിക്ക് ഇതിന്റെ ലാഭം എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് നമുക്ക് കിട്ടുന്ന വില, നിലവിൽ കിട്ടുന്നത്, ഞാനത് എടുത്തു പറയാം. ഈ വരുന്ന നവംബർ 15 വരെ നമുക്ക് കിട്ടുന്ന വില 130 രൂപയാണ്. കാരണം പ്രൈസിൽ ചെറിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഏകദേശം ഒരു 3-3.5 വർഷത്തോളമായിട്ട് ഒരേ വിലയിലാണ് കമ്പനി ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് മാർക്കറ്റിൽ ഇറങ്ങി ഒന്ന് പഠിച്ചു നോക്കുക. കഴിഞ്ഞ വർഷം നിങ്ങൾ പെട്രോളിന് കൊടുത്ത പൈസയാണോ ഇപ്പൊ കൊടുക്കുന്നത്? കഴിഞ്ഞ വർഷം ഗോൾഡിന് കൊടുത്ത പൈസയാണോ ഇപ്പൊ കൊടുക്കുന്നത്? കഴിഞ്ഞ വർഷം എല്ലാത്തിനും വില കൂടുന്നുണ്ട് അല്ലെ? എന്നാൽ കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് കമ്പനി നമ്മൾ ഒരേ വിലയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കമ്പനിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലെ? അസംസ്കൃത പദാർത്ഥങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളും വില കൂട്ടാൻ നിർബന്ധിതരാണ്. നിങ്ങൾ ഈ വരുന്ന നവംബർ 15-ന് മുൻപ് നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് കിട്ടുന്ന, ഇതെല്ലാം കിട്ടുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൈസിങ്ങിനാണ്. 130 രൂപയ്ക്ക് കിട്ടും. അപ്പോ മാർക്കറ്റിലെ ഉൽപ്പന്നത്തിൽ നിന്നും നമ്മുടെ ബ്രാൻഡിലേക്ക് മാറിയാല്, ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ പറ്റി ഇപ്പൊ പറയാൻ ഞാൻ ഒരു 5 മിനിറ്റ് സമയം തന്നാല് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ തീരൂല. അത്രയധികം റിസൾട്ടുകൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെ? ശരിക്കും ഇതിന്റെ ലാഭം എത്രയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോക്കേണ്ട എത്രേ ഉള്ളൂ. അതായത് 205 രൂപയ്ക്ക് 70 ഗ്രാം കിട്ടാന്ന് പറയുമ്പോൾ 1 ഗ്രാമിന്റെ വില ഏകദേശം 3 രൂപയാണ് ഏകദേശം. അപ്പോ നമ്മൾ 150 ഗ്രാം ടൂത്ത് പേസ്റ്റ് 3 രൂപ കൊടുത്ത് വാങ്ങിക്കുകയായിരുന്നെങ്കിൽ ശരിക്കും നമ്മൾ കൊടുക്കേണ്ട വില മാർക്കറ്റിലെ താരതമ്യം ചെയ്താൽ 440 രൂപയ്ക്ക് അടുത്ത് വരും അല്ലെ? 150 × 3 എന്നുള്ള രീതി ചിന്തിച്ചാൽ 450 അല്ലെ? 450 അടുത്ത് വരും. കറക്റ്റ് എമൗണ്ട് 439.5. പക്ഷെ നമ്മൾ ശരിക്കും കൊടുക്കുന്നത് 130. അപ്പൊ ലാഭം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 310 രൂപയ്ക്ക് അടുത്ത് നമുക്ക് ലാഭമുണ്ട്. ഇനി ചിലപ്പോ ചില ആൾക്കാർ ഈ പേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് 150 രൂപയുടെ പേസ്റ്റോ എന്നൊക്കെ ചോദിക്കും. നമ്മളും മേടിച്ചു. പിന്നെ ലീഡർ പറഞ്ഞ ട്രെയിനിങ് ഒന്നും നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. ആ കസ്റ്റമർ ആണെങ്കിലും അടുത്തതായിട്ട് വാങ്ങാൻ പോണത് മെഡിക്കേറ്റഡ് കാറ്റഗറി അല്ല, നോർമൽ കാറ്റഗറിയാണ്. ഇനി നോർമൽ കാറ്റഗറി ടൂത്ത് പേസ്റ്റിന്റെ വില നമുക്കൊന്ന് അറിയുമ്പോൾ ചെയ്യാം. ഇത് 100 ഗ്രാമിന്റെ വില എത്ര നോക്കിയേ? 69 രൂപ. മറ്റൊരു ബ്രാൻഡ് 100 ഗ്രാമിന്റെ വില 65 രൂപ. ഇത് നമ്മുടെ കമ്പനിയുടെ ഒരു 4 ടൂത്ത് പേസ്റ്റുകളിൽ ഒന്നാണ്. ഇതിന്റെ വില വരുന്നത്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് വരുന്നത് 55 രൂപയാണ്. അതായത് എങ്ങനെ പോയാലും മാർക്കറ്റിലെ പ്രൊഡക്റ്റിനേക്കാൾ ഏറ്റവും കുറഞ്ഞൊരു 10 രൂപയെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ് ലാഭകരം അല്ലെ? ദെൻ അടുത്തൊരു സെഗ്മെന്റ് ആണ് കുളിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സോപ്പ് എന്ന് പറയും നമ്മൾ അല്ലെ? ഈ ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സന്തൂർ, ലിവറായിഷ്, ചന്ദ്രിക, കേരള സോപ്സിന്റെ വേപ്പ്, സിന്തോള്, ഡൗ. ഇത് നമ്മുടെ ബ്രാൻഡുകളാണ്, നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്. നിങ്ങൾ ഈ ചാർട്ട് ഒന്ന് ഓടിച്ചു നോക്കുക, ഏറ്റവും വിലക്കുറവ് ഏതിനാന്ന്. അപ്പോ പലരും പറയും അതിന്റെ അളവ് എത്രയാന്ന് കൂടെ നോക്കുക. അതായത് ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒരൊറ്റ പേജിൽ ഒന്ന് ഒരുമിച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു
ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി ഈ പറഞ്ഞ 9 സെഗ്മെന്റ്, ടോയ്ലറ്റ് ക്ലീനിങ്, പാത്രം കഴുകുന്നത്, തറ കഴുകുന്നത്, തുണി കഴുകുന്നത്, അങ്ങനത്തെ ഈ സെഗ്മെന്റ് കടയിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ അദ്ദേഹം കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് എത്രയാണെന്ന് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ. അതൊന്ന് ഒരുമിച്ചാക്കിയെന്ന് മാത്രം 1650 മുകളിൽ കൊടുക്കണം അല്ലെ. എന്നാൽ ഈ വ്യക്തി സൗജന്യമായിട്ട് ഒരു ഐഡിയ അടിച്ചിട്ട് നമ്മുടെ മൈലേജ് മാർക്കറ്റിംഗിൽ നിന്ന് സമാന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരുന്ന ചെലവ് മറ്റേതിന്റെ പകുതിയിൽ താഴെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 50% ലാഭമാണ്. ഇപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ ചിന്തിച്ചു നോക്കുക, ഞാനിപ്പോ കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് കുടുംബം പോറ്റാൻ ചെലവാക്കിയ തുക, ഒരു വ്യക്തി ഒരു 10 ലക്ഷം രൂപ കുടുംബത്തിന് ഇത്ര ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ചെലവാക്കി എന്ന് സങ്കല്പിക്കുക. അയാൾ ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ, മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആണ് വാങ്ങിയിരുന്നെങ്കിൽ, ആ 10 ലക്ഷം മുടക്കേണ്ട സ്ഥാനത്ത് 5 ലക്ഷം അയാൾക്ക് സേവിങ്സ് ആണ്. ഹലോ, ഒന്ന് ചിന്തിക്കണം. എന്തിനാണ് നമ്മുടെ ബന്ധുവിനെ അല്ലെ സുഹൃത്തിനെ കൊണ്ട് അയൽവാസിയെ കൊണ്ട് നമ്മൾ ഐഡിയ എടുപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാനാണ്. അല്ലാണ്ട് അയാളുടെ അടുത്ത് എന്തെങ്കിലും എടുക്കാൻ വന്ന ആൾക്കാരല്ല നമ്മൾ. അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വന്ന ആൾക്കാരാണെന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ ഈ ബിസിനസിനെ സമീപിക്കാൻ. ഓക്കെ, ഇനി ഞാന് എന്താ പറയാ, നമുക്ക് അല്പം സമയം കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് ഉൽപ്പന്നങ്ങളൊന്ന് ഓടിച്ച് കമ്പയർ ചെയ്യാം. ഇന്ന് മാർക്കറ്റിലെ എല്ലാ ആൾക്കാരും ഇക്കഴിഞ്ഞ കുറച്ച് സീസൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് ഇൻഹേലർ അല്ലെ. ഇതിന്റെ വില നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 0.5 ml ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0.5 ml വില 67 രൂപയാണ്. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റ്, ഈ ചാർട്ട് നിങ്ങൾ നോക്കുക, 8 ml വില, അതായത് ഞാനൊന്ന് വില താരതമ്യം ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറയാണ്. 0.5 67. അപ്പോ 1 ml എന്ന് പറയുമ്പോ പകുതി, അരേന്റെ പകുതി അല്ല, അരേന്റെ 2 എണ്ണം വരുമ്പോ ഒന്നായി. 1 ml വില 67 134. 1 ml 134 ആണെങ്കിൽ 8 ml എത്ര കൊടുക്കണം? 8 ഗുണിക്കണം 134. ആ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് 125 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അതായത് മാർക്കറ്റിനേക്കാൾ ഏകദേശം 1000 രൂപയ്ക്ക് അടുത്ത ലാഭം. ഇനി വേദനയ്ക്ക് അധികം ആൾക്കാരും തേക്കുന്ന ഒരു ബ്രാൻഡാണ് അല്ലെ. നിങ്ങൾ കേൾക്കാത്ത ബ്രാൻഡൊന്നും അല്ല. നമ്മുടെ ബ്രാൻഡിലേക്ക് മാറിയാൽ എത്ര രൂപ ലാഭമാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. മിനിമം 12 രൂപ ലാഭമാണ്. ഇനി അടുത്തൊരു സെഗ്മെന്റ്, നെഞ്ചരിച്ചില്, കുളിച്ചു കെട്ടൽ, വയറുവേദന, ചെറിയ ഛർദിക്കൊക്കെ വരുന്ന അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളിനൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ കാണുന്നുണ്ട്, ഇത് അതിന്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. 120 ml 240. എന്നാൽ ഇത് നമ്മുടെ കൊറോണയ്ക്ക് മുൻപ് ഉള്ള വിലയാണ്. സോറി, കൊറോണ അല്ല, നമ്മുടെ GST. ഇപ്പൊ ആ പ്രൊഡക്റ്റിന്റെ വില എന്ന് പറഞ്ഞാൽ ഓൺലൈൻ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അത് 260 രൂപയാണ് 120 ml. നമ്മുടെ പ്രൊഡക്റ്റ് 200 ml 240 ആണ് അല്ലെ. നിങ്ങൾ ഈ ചാർട്ട് നോക്കിയിട്ട് പറയൂ, ഏതിനാണ് യഥാർത്ഥത്തിൽ വില കൂടുതൽ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അല്ലെ. നമ്മുടെ ഒരു ബന്ധുവോ സുഹൃത്തോ നിങ്ങളുടെ വില കൂടുതലാന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി അവനെ അടിയറവ് വെക്കരുത്. നമ്മുടെ ബുദ്ധി ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് പറയൂ. ഇനി ഒരു കാര്യം കൂടെ പറയാം, സത്യം പറഞ്ഞാൽ ഈ രണ്ട് ഉൽപ്പന്നങ്ങളും തമ്മിൽ കമ്പാരിസൺ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് പറയാം. കാരണം ഒന്ന്, ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്. ഇൻഗ്രീഡിയൻസ് അടക്കം നിഷ്കർഷം എന്താ പറയാ, മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടേ എടുക്കാൻ പറ്റൂ. 2, ഏത് രാജ്യത്തു നിന്നും ഏത് രാജ്യത്തേക്കും നമ്മുടെ ലിവകയും കൊണ്ടുപോകാൻ ചെക്കിംഗ് ഇല്ല, സീൽഡ് കണ്ടീഷനിൽ അല്ലെ. കാരണം WHO സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും താരതമ്യം ചെയ്യാൻ പാടില്ല. ഒന്ന് ആയുഷാണ്, ഒന്ന് നോൺ ആയുഷാണ് അല്ലെ. ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ എന്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ അമ്മയ്ക്ക് നാട്ടിൽ കൂടെ ഓടുന്ന ബെൻസും കാറാണ്, മാരുതിയും കാറാണ്. കാരണം രണ്ടിനും 4 ചക്രം ഒരു സ്റ്റിയറിംഗുമാണ്. പക്ഷെ രണ്ടിന്റെയും ഫീച്ചേഴ്സ് വേറെയാണ് അല്ലെ. അതേപോലെ ഇത്രയും സേഫ് ആയ ഈ ഉൽപ്പന്നം നമുക്ക് കിട്ടുന്ന വില 180 രൂപ. എത്ര രൂപ ലാഭകരമാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇത് നമ്മുടെ പ്രോബയോട്ടിക്, ഞാൻ എല്ലാത്തിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മാർക്കറ്റിൽ കിട്ടുന്ന പ്രോബയോട്ടിക്, എന്റെ ഒരു കൂട്ടുകാരന്റെ മകൻ ഉപയോഗിച്ച പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഒരു മാസത്തേക്ക് ഉപയോഗിക്കേണ്ട 2 പ്രൊഡക്റ്റുകളും തമ്മിലുള്ള വിലയിലെ വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 755 രൂപ ലാഭകരമാണ്. നമ്മുടെ ഗ്ലോ ആൻഡ് ലവ്ലി, പണ്ട് ഫെയർ ആൻഡ് ലവ്ലി എന്നാണ്, ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര്
കോംപ്ലക്ഷൻ ക്രീം എന്ന് ആക്കി മാറ്റിയതുപോലെ ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര് ഫെയർനെസ് എന്നല്ല, കോംപ്ലക്ഷൻ ക്രീം എന്നാണ്. നിങ്ങൾ നോക്കുക, 40 ഗ്രാമിന്റെ വില 200 ആണെങ്കിൽ നമ്മൾ 100 ഗ്രാമിനാണ് 250 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഫേസ് വാഷ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിലെ ലീഡിംഗ് ഫേസ് വാഷുകളായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ പോയാലും ഒരു എന്താ പറയാ 20 രൂപയെങ്കിലും നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. ഇനി സ്ക്രബ് എല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. ഞാൻ അല്പം സ്പീഡ് ആക്കിയാലേ നമുക്ക് സ്ലൈഡിന്റെ എല്ലാ ഭാഗവും ഒന്ന് ഓടിച്ച് കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. സ്ക്രബ് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ മാർക്കറ്റ് റേറ്റിനേക്കാൾ 10 രൂപയെങ്കിലും കുറവ് നമ്മുടെയാണ്. നീം ഫേസ് വാഷുകൾ മാർക്കറ്റിൽ പല കമ്പനികളുടെ ഉണ്ട്, നമ്മുടേതും ഉണ്ട്. നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം 20 രൂപ ലാഭകരമാണ്. ഇനി പെർഫ്യൂമുകൾ 120 ml വില 250, 125 ml 140. നിവ്യ, പാർക്ക് അവന്യൂ, ഡവ്, യാർഡ്ലി, എക്സ്, ഫോഗ്, ഓൾഡ് സ്പൈസ്, ഇത് നമ്മുടെ ബ്രാൻഡ്. നിങ്ങൾ നോക്കുക, മാർക്കറ്റില് 120 ml മുതൽ 150 ml വരെ 224 രൂപ വരെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. എന്നാൽ 200 ml 165 കൊടുക്കുന്ന ഒരൊറ്റ കമ്പനിയെ മാർക്കറ്റിലുള്ളൂ. ദെൻ ടീ, ഇത് ഫ്ലേവേർഡ് ചായ എന്ന് പറയും, റിച്ച് ആൻഡ് ഫ്ലേവർഫുൾ. നമ്മുടെ മസാല ടൈപ്പ് ഒരു ടീ ആണ് താജ്മഹൽ. ഇതിന്റെ വില വരുന്നത് 500 ഗ്രാം അര കിലോയ്ക്ക് 450 രൂപ. നമ്മുടെ അര കിലോയ്ക്ക് 380 രൂപ. DP എത്രയാണ്, എത്ര രൂപ ലാഭമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇനി എല്ലാ വീട്ടിലും ഒരു പൗഡർ ടിൻ ഉണ്ടാവും. അതായത് പൗഡർ എല്ലാം ഇട്ടിട്ടല്ല, എന്നാലും എല്ലാ വീട്ടിലും ഒരു പൗഡർ ടിൻ ഉണ്ടാവാറുണ്ട് അല്ലെ? ഓരോ ബ്രാൻഡ്, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോക്കുക. ഇത് കേട്ടിട്ടുണ്ടോ? നിവ്യ കേട്ടിട്ടുണ്ടോ? യാഡ്ലി. ഇതില് ഈ ഒരു ബ്രാൻഡ് കോമൺ ബ്രാൻഡ് ആണ് അല്ലെ? ഇത് എത്ര ഗ്രാമാണെന്നറിയോ? കണ്ടോ ഏറ്റവും അടിയിൽ ഇടതുവശത്ത് 100 ഗ്രാം. ഇതിന്റെ വില കണ്ടോ? ആ, ഈ 100 ഗ്രാമിന്റെ വിലയോട് ഒരു 5 രൂപ കൂട്ടിയാൽ നമ്മുടെ പ്രൊഡക്റ്റ് ആയി 140 രൂപയാണ് നമ്മുടെ വില. പക്ഷെ അളവ് എത്രയാണെന്നുണ്ടോ? നമ്മുടെ അളവ് എത്രയാ? നമ്മുടെ അളവ് എത്രയാ? 300 ഗ്രാം. ഓക്കെ. ഇനി അടുത്ത കമ്പാരിസൺ ചെയ്യാൻ പോകുന്ന സെഗ്മെന്റ് ആണ് ഹെയർ ഓയിൽ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ദുലേഖ, മാർക്കറ്റിൽ ഒരു ബ്രാൻഡാണ്. 50 ml വില 234. ഞാൻ കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് പറയാം. 50 ml 250 അടുത്താണെങ്കിൽ 100 ml എത്ര കൊടുക്കണം? 500 അടുത്ത് കൊടുക്കണം. ഇനി 200 ml ആണെങ്കിലോ 1000 അടുത്ത് കൊടുക്കണം. ആ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഇന്ന് വരുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ml വില 1000 ഒന്നുമല്ല, വെറും 325. ഇത് പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമ്മൾക്കാണ് അല്ലെ? ഇനി ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ വാഷിംഗ് മെഷീന്റെ സ്കെയിൽ റിമൂവ് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചത് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. ദെൻ പല ആൾക്കാരും നമ്മുടെ എന്താ പറയാ ഈ ഡ്രൈ സ്കിൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡീപ്പ് മോയ്സ്ചറൈസിങ് സെറം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്കിന്നിൽ അലോവേര, ഇതിന്റെ 200 ml വില 275. നമ്മുടെ ഇന്റൻസ് മോയ്സ്ചറൈസിങ് ബോഡി ലോഷന് വരുന്ന വില 200 ml 260. നമുക്ക് കിട്ടുന്ന വില അടുത്തത് ഹെയർ കളർ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് ആണ്. 115 രൂപയാണ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് 100 രൂപയാണ്. ഇത് ഒരുപക്ഷെ ഈ ഒരു സെഗ്മെന്റ് ഇത് കണ്ടോ, 20 ഗ്രാമിന് വരുന്ന വില 50 രൂപ. 20 ഗ്രാമിന് 50 രൂപ. നമ്മുടെ പ്രൊഡക്റ്റ് 50 ഗ്രാമിനാണ്. MRP അല്ല, ഞാൻ DP കാണിച്ചു തരാം. 50 ഗ്രാമിന് 45 രൂപ. എത്ര മാത്രം ലാഭകരമാണെന്ന് ചിന്തിച്ചു നോക്കുക. അതായത് കാരണം ഒരുപക്ഷെ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർ, ഞാൻ വിദേശത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. ഇപ്പൊ എന്റെ പല കൂട്ടുകാരും ജോലി ചെയ്യുന്നവരൊക്കെ പറഞ്ഞ അവസാനത്തെ നാട്ടിലേക്ക് വരുന്നതിന്റെ ഒരു 1-2 മാസം ഇവരുടെ പരിപാടി ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നാട്ടിൽ കൊടുക്കാൻ വേണ്ടി വാങ്ങലാന്നാ പറഞ്ഞത്. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക, അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വേദനകൾക്ക് ചില ആൾക്കാർക്ക് ആയുർവേദ തൈലങ്ങൾ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് ആണ്. 50 ml വില നിങ്ങൾ കാണുന്നുണ്ട്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. അല്ല, നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്. ഇതിന്റെ പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്യാം. 50 ml 135, നമ്മുടെ 200 ml 390. നിങ്ങളൊന്ന് കൂട്ടി നോക്കുക ലാഭകരമാണോ എന്നുള്ളത്. അടുത്തൊരു സെഗ്മെന്റ് ആണ്
എന്താ പറയാ, ഇതിന്റെ പേര് ആദ്യം ഒന്ന് വായിക്കാം. കൊളാജൻ പാർട്ടിക്കിൾസ് വിത്ത് മുപ്പിറോസിൻ ആൻഡ് മെട്രോനിഡസോൾ. ഇത് പ്രമേഹ രോഗികൾക്ക് അവരുടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടി അലോപ്പതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഓയിൻമെന്റ് ആണ്. ഇത് 5 ml വില വരുന്നത് 482 രൂപ. ml ഒരു അല്പം കൂടും ഗ്രാം അല്ലെ. സോ 5 ഗ്രാമിന് 500 രൂപ നിങ്ങൾ സങ്കല്പിക്കാം. ഇനി നമ്മുടെ പ്രൊഡക്റ്റ് ഇത് എത്ര ഗ്രാമാന്ന് നോക്കിയേ, 25 ഗ്രാം. മൂണ്ടി ഹീലിംഗ്, മുറിവ് ഉണക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രൊഡക്റ്റ് 5 ഗ്രാമിന് 500 ആണെങ്കിൽ 25 ഗ്രാമിന് എത്ര കൊടുക്കണം? ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ വില 130 ഉള്ളൂ. എത്ര രൂപ ലാഭകരമാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇനി ഇത് പ്രോട്ടീൻ പൗഡർ ആണ്. ഡയറക്ട് സെല്ലിംഗ് മെത്തേഡില് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. 200 ഗ്രാം ഇതിന്റെ വില വരുന്നത് 1185. നമ്മുടെ പ്രൊഡക്റ്റ് ആയുഷ് സർട്ടിഫൈഡ് ആണ്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക എത്ര രൂപ ലാഭകരമാണ് എന്നുള്ളത്. ദെൻ പുരുഷ വന്ധ്യത അല്ലെങ്കിൽ ലൈംഗിക ക്ഷമത കുറവിനെ പരിഹരിക്കാൻ മാർക്കറ്റിൽ ലഭ്യമാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ വിലയും നമ്മുടെ പ്രൊഡക്റ്റും തമ്മിലുള്ള വിലയും ഒന്ന് കമ്പയർ ചെയ്യാണ്. എത്ര രൂപ ലാഭകരമാണ് നിങ്ങൾ നോക്കുക. ദെൻ മാർക്കറ്റിൽ ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിൽ വിൽക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഒരു പക്ഷേ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1 ലിറ്ററിന്റെ വില വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്, 3597 അല്ലെ. എന്നാൽ ആ സെഗ്മെന്റ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. 1 ലിറ്റർ മാർക്കറ്റിലെ പ്രൊഡക്റ്റിന്, അത് 1.5 ലക്ഷത്തിൽ താഴെ ഒറാക്ക് വാല്യൂ ഉള്ള പ്രൊഡക്റ്റിന് കൊടുക്കേണ്ട വില 3600. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റ് 10.5 ലക്ഷത്തിന് മുകളിലാണ്. കാരണം ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഇതുണ്ടോ, 100 ml 1074. സോറി, അപ്പൊ അതിന്റെ നമ്മൾ 1 ലിറ്ററിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 10,74,000 ഒറാക്ക് വരും. ഞാൻ അതുകൊണ്ടാണ് ബ്രൺസ്വിക് ലാബിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് കാണിച്ചത്. 10.5 ലക്ഷത്തിന് മുകളിൽ ഒറാക്കുള്ള പ്രൊഡക്റ്റിന് മാർക്കറ്റിലെ റേറ്റ് നിങ്ങൾ തിരിച്ചു ചിന്തിച്ചു നോക്കുക. അതായത് 1.5 ലക്ഷത്തിന് 3600 ആണെങ്കിൽ 10.5 ലക്ഷം കിട്ടണമെങ്കിൽ ഇൻറ്റു 8 9 അല്ലെ, 9 9 കുപ്പി വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു കുപ്പി മതി. ഓക്കെ, ദെൻ അടുത്തത്, ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കോമൺ പ്രൊഡക്റ്റ് ആണ്. ഇത് എത്ര ഗ്രാമാന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, എത്ര വിലാന്ന് കണ്ടിട്ടുണ്ടാവും അല്ലെ. ചുമ ജലദോഷത്തിന് മാത്രം ആശ്വാസം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എന്നാൽ ടോട്ടൽ ബോഡിയെ എനർജൈസ് ചെയ്യുന്ന ഇതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞാൽ തീരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചു പോകാനേ പറ്റുന്നുള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് ഈവൻ നമ്മുടെ കുങ്കുമപ്പൂവ്, നിങ്ങൾ 1 ഗ്രാം കുങ്കുമപ്പൂവിന്റെ വില എത്ര ചെക്ക് ചെയ്ത് നോക്കുക, 600 രൂപയാണ്. നിങ്ങൾ നെറ്റിൽ ചെക്ക് ചെയ്താൽ മതി 1 ഗ്രാം. ഇനി ഏറ്റവും കുറഞ്ഞ വില പോലും 305 രൂപയാണ്. സോ ഏലാദി ലേഹ്യം 30 ഗ്രാം 30 കൊടുക്കുമ്പോൾ നമ്മള് 1000 ഗ്രാമിന് നമുക്ക് 890 ഉള്ളൂ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. എത്ര രൂപ ലാഭം ചിന്തിച്ചു നോക്കുക.